ഹലോ ഹായ് ഗൈസ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഫേസ് വീഡിയോയിൽ ഇപ്പോൾ വരാൻ കാരണം ഇന്നലെ നഞ്ചങ്കോട്ടയല്ല ഇപ്പോൾ പറയേണ്ടത്, NKFA എന്ന് വെച്ചാൽ നഞ്ചങ്കോട്ടയും കാലങ്കോട്ടയും മിക്സ്ഡ് ഗ്രൂപ്പ് എന്നാണ് ഇപ്പം പറഞ്ഞത്. ഭയങ്കര മെസ്സാണെന്നൊക്കെയാണ് അറിഞ്ഞത്. പക്ഷേ വേറെയും രണ്ട് നഞ്ചങ്കോട്ടകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം വലിയ സാഹചര്യം കണക്കെടുക്കേണ്ട കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു ഓജി നഞ്ചങ്കോട്ടെ പാടുള്ളൂ. ഇത് 3 നിലവിൽ ഉണ്ട്. 2 പേരത് വേറെ, ഒന്ന് ക്ലോസ്ഡ് ആണ്, അതാണ് ഓജി എന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ആ ഗ്രൂപ്പിലുള്ള ജോക്കർ ഓൾഡ് വൈറ്റഡ് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഗ്രൂപ്പിൽ വാർസോണിൽ ഇന്നലെ വന്നു. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര റോളറക്കം കാര്യങ്ങളും പിടിച്ചൊരു കുടഞ്ഞു. അവിടെ മെൻഷൻ അടിച്ചു. ഞാനെല്ലാം മെൻഷൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കട്ട് വോയിസർ അല്ല, കട്ടടിച്ച് നിൽക്കുക എനിക്ക് അറിഞ്ഞും കൂടാ. കാരണം കട്ടിലിട്ട് പോകാനുള്ളൊരു മാനക്കേട് അറിയുന്ന അത്രയും കയറ്റിയിട്ട് കൊല മുടിപ്പിക്കുക, അതേ എനിക്കറിയാവുള്ളൂ. മെൻഷൻ കയറ്റിയിടുക, 1% 1% കയറ്റിയിടുക. പിന്നെ സ്ക്രീൻഷോട്ട് നിർബന്ധമുള്ള കാര്യമാണ്. ഞാനെല്ലാം ന്യായം, നീതി എല്ലാം കൊലയാട്ടുകളത്തിൻ്റെ നിയമങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഫൈറ്റുകൾ എടുക്കുന്നത് മിക്കതും. അതിൽ കൊച്ചു കണ്ണാപ്പികൾ വരാറുണ്ട്, അടികൊള്ളാറുണ്ട്, ഓടാറുണ്ട്. അതേപോലെ ഇന്നലെ വന്ന് വാർസോണിൽ കയറി വന്ന് മുടറോളൊക്കെ പറഞ്ഞ് കേട്ടിങ്ങനെ ഒരുമാതിരി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര മിസ്സടി അവിടെ. ഞാൻ ക്രിയേറ്റർ എന്ന് പറഞ്ഞ് ഞാൻ കയറി വിളിച്ചിരിക്കേണ്ട ആവശ്യം എന്തിനാണ്? ഞാൻ നേരെ അവിടെ വന്നു. ഞാൻ വന്ന ഉടനെ മെൻഷൻ അടിച്ചു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മെൻഷനായി. ആദ്യം ഒരുത്തനെ ടാർഗറ്റ് ചെയ്ത് 2 പേര് ചേർന്നാണ് എന്നെ മെൻഷൻ അടിച്ചത്. എൻ്റെ ഗ്രൂപ്പിനകത്താണ്, എൻ്റെ പയ്യന്മാരെല്ലാം ഉണ്ട്. അങ്ങനെയൊന്നും ഞാൻ മെൻഷൻ അടിക്കുക ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ പേരൊന്നും ഇറങ്ങില്ല. പിന്നെ ചിലവർക്ക് എന്നെ തെറിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു എന്താണ് ഹാൻഡ് പവർ എന്നല്ല, അവർക്ക് അങ്ങനെ എന്നെ ചീത്ത വിളിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഇഷ്ടം പോലെ വ്യക്തികളുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേര് എന്നെ ഓവറായിട്ട് എനിക്ക് മെൻഷൻ കയറിയപ്പോഴത്തേക്കും അവരെ തെറിക്കുന്നത് കണ്ടു. അത് വിടാം, അവന്മാർക്ക് എന്നെ ടാർഗറ്റ് ചെയ്ത് ഞാൻ അവന്മാരായിട്ടുള്ള ഫൈറ്റ്. അതിലാദ്യം ഒരുത്തനെ മെൻഷൻ കൊടുത്തു. അവൻ കുറച്ച് വയ്ക്കുന്നത് കണ്ട് അവനെ എടുത്ത് ആദ്യം പറഞ്ഞു കുറച്ച് വയ്ക്കരുത്, എന്നിട്ട് എടുത്ത് റിമൂവ് അടിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ബാക്കിൽ നിന്ന് അടുത്ത വീഡിയോസിൽ കാണും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജോക്കറിനും മെൻഷൻ കൊടുത്തു. അവൻ അപ്പം പിന്നെയും കുറച്ച് വയ്ക്കുന്നു. പിന്നെ അവൻ ഇങ്ങോട്ട് ഫൈറ്റ് വെല്ലുവിളി തുടങ്ങി. അവൻ്റെ നഞ്ചങ്കോട്ടയും പുലിക്കാട്ടി തറവാടുമായിട്ട് ഫൈറ്റിന് ആവതുണ്ടാന്ന് വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിയിൽ ഇന്നേ വരെ പുലിക്കാട്ടി തറവാടിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഫൈറ്റ് പിടിക്കുന്നതല്ലാതെ പുലിക്കാട്ടി തറവാട് അങ്ങോട്ട് പോയി ഒരുത്തൻ്റെ അടുത്ത് ഫൈറ്റ് പിടിക്കാൻ പോയിട്ടില്ല. അപ്പം ഇങ്ങോട്ട് വന്ന് പിടിക്കുന്ന ഒന്നും വിട്ട് കൊടുക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, 100% മേനി സമ്മതം, ഫൈറ്റ് എടുക്കുക. പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നഞ്ചങ്കോട്ടയിലുള്ള ക്രിയേറ്റർ അഡ്മിനായിട്ടുള്ള ഏതൊരു വ്യക്തിയായാലും അവനെ എൻ്റെ PM എന്ന് ഫൈറ്റ് വിളിക്കാൻ പറയുക. ഞാനും പുലിക്കാട്ടി തറവാടിൻ്റെ ക്രിയേറ്റർ അല്ലേ. അപ്പം മാന്യത പറഞ്ഞപ്പോൾ അവനാദ്യം ചെയ്യേണ്ട ഫൈറ്റ് വിളിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ. ഇത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും പുളിക്കാട്ടിൽ തള്ളയോളികൾ എന്നുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിനെപ്പറ്റി ഞാൻ ആ ഗ്രൂപ്പിനെ പറ്റിയുള്ള വീഡിയോയും ആ ഗ്രൂപ്പ് അങ്ങനെ തുറന്നതിൻ്റെ പേരിലും നഞ്ചങ്കോട്ടയ്ക്ക് ഒരു റിപ്പ് ഉള്ളതാണ്. അതിൻ്റെ വീഡിയോ സഹിതം ബാക്കിൽ നിന്ന് ഞാൻ തരാം. ഇപ്പം അതിങ്ങനെ ഈ വഴി കലാശിക്കട്ടെ, ഫേസ് വീഡിയോ കലാശം. അപ്പം അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങുമ്പം ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഫൈറ്റ് വിളിച്ചാൽ ഫൈറ്റ് എടുക്കാൻ ആഫത്ത് ഉണ്ടായിരിക്കണം, അല്ലാതെ പേടി തോന്നി ഫൈറ്റ് പിടിക്കാൻ വരരുത് കേട്ടോ. പേടി തോന്നരുത്. പേടി മനസ്സിൽ തോന്നിയാൽ പോയി. ഇപ്പോൾ കരഞ്ഞാൽ പോയി എന്ന് പറയും പോലെ പേടി തോന്നിയാൽ പോയി. അപ്പം നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾക്ക് ജയിക്കില്ല എന്ന് ഉറപ്പുണ്ട്. എന്നാലും 4 പേരുടെ മുമ്പിൽ ആളാവാനും 4 പേരുടെ മുമ്പിൽ ഞാൻ മറ്റമല്ല വല്യേശ്വരനാണ്, ഞാൻ വലിയ കോശേശ്വരനാണ്, കോതമംഗലത്ത് കിടക്കണവനാണ് എന്നുള്ള ഡയലോഗുകളൊക്കെ അടിച്ച് വന്നപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ ഗ്രൂപ്പ് ഞാൻ അടിയറവ് വയ്ക്കേണ്ടി വരുമോ എന്ന്. കാരണം അതിൻ്റെ നിയമം വച്ച് ഞാൻ പറഞ്ഞ നിയമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈറ്റ് എടുക്കുമ്പോൾ ക്രിയേറ്റർ വന്ന് വിളിക്കുകയും വേണം. ഫേസ് വീഡിയോയിൽ ക്രിയേറ്റർ പറയണം, ഈ ഫൈറ്റിൽ ഞാൻ തോറ്റാൽ എൻ്റെ ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്നുള്ള രീതിയിൽ ഒരു ഫേസ് വീഡിയോ അടിച്ച് തരണമെന്ന് പറഞ്ഞു. അതടിച്ചിട്ട് ബാക്കിയുള്ള ഫൈറ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള നിബന്ധനയിലാണ് ഇന്നലെ നമ്മൾ ആ ചർച്ച നിർത്തി അവനെ വാർസോണിൽ നിന്ന് റിമൂവ് ചെയ്തത്. അപ്പം അതിനുള്ള പിടുക്കവിലയില്ല. സത്യം, ഫൈറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ ഫൈറ്റ് എടുക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ഫേസ് വീഡിയോ അടിച്ച് ഞാൻ തരാം.
ഞാൻ തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുലിക്കാട്ടി തറവാട് തോറ്റു കഴിഞ്ഞാൽ, പുലിക്കാട്ടി തറവാടിലെ പയ്യന്മാർ തോറ്റു കഴിഞ്ഞാൽ, പുലിക്കാട്ടി തറവാട് ഞാൻ അവർക്ക് കൊടുക്കാം. അതിനോടൊപ്പം ഞാൻ ഫേസ് വീഡിയോയും കൊടുക്കാമെന്ന് പറഞ്ഞു. ബട്ട് അവർ ആ നിയമങ്ങളല്ല അവർക്ക് പ്രധാനം. അവർക്ക് പേടി തുടങ്ങി. ആ പേടിയുടെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ അതും ബാക്കിലുള്ള ഒരു വീഡിയോ വരുന്നുണ്ടല്ലോ. ആ വീഡിയോയിൽ അതും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിൻ്റെ ഒരു ഓഡിയോ ഉണ്ട് ഗൈസ്, അതെൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, തന്നോളം പോണവൻ്റെ അടുത്താവാം തനിക്ക്, പക്ഷെ തന്നെക്കാളും പോണവൻ്റെ അടുത്തായാൽ തനിക്ക് ദോഷമാണ്. അപ്പം ശരി ഗൈസ്, ഇത് നിങ്ങളെ കാണിക്കണം, അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇനി ഇമ്മരുടെ അടുത്ത് ഫൈറ്റ് എടുക്കുന്ന കാര്യം ഞാൻ 4 വട്ടവും കൂടെ ആലോചിക്കും. കാരണം ഇങ്ങനെ തന്തയില്ലായ്മ കാണിച്ച് കളിക്കുന്ന അവന്മാർക്ക് എന്ത് പേരാണ് ഇടാനുള്ളത്? എത്ര അച്ഛന്മാരുടെ പേരാണ് അവർക്ക് ഉൾക്കൊള്ളാണ്ടുള്ളത്? എത്ര അച്ഛന്മാരായിരിക്കും അവർക്കുള്ളത്? ഒരു തന്തയുടെ സ്വഭാവം കാണിച്ചു കൂടെ എന്നാണ് ഞാൻ കേൾക്കണത്. ഞാൻ എന്താ ഒരു തന്തയുടെ സ്വഭാവമല്ലേ കാണിച്ചത്? അവർ ഫൈറ്റ് വിളിച്ചു, എന്നിട്ടും ഞാൻ അവരുടെ 2 പേരുടെയും റിപ്പ് കൊടുത്തില്ല. അവർ 2 പേരും മെൻഷൻ കുറച്ച് വെച്ചതിൻ്റെ ഒരു റിപ്പ് വീഡിയോ പോലും ഞാൻ യൂട്യൂബിൽ ചെയ്തില്ല. അവർക്ക് ഞാൻ കൊടുത്ത ആനുകൂല്യം എന്താ അവർ തിരിച്ചു തരാത്തെ? അതിനുള്ള അന്തസ് അവർക്കില്ലേ? പൊങ്കര പോലെയായിട്ട് നഞ്ചൻകോട്ട എന്ന് പേര് കെട്ടി കഴിഞ്ഞാൽ 4, 3, 7 എന്നാണ് അവരെ വിചാരം. പക്ഷേ നമുക്കൊക്കെ വെറും ഇതാണ്. പുലിക്കാട്ടി പിള്ളേർക്ക് വെറും ഇതാണ് അവന്മാർ. ഇനി മുട്ടാൻ വരുന്നവന്മാരെ ഈ വാട്സപ്പിൽ കിടന്ന് ചീത്ത വിളിക്കുകയും വാട്സപ്പിൽ കിടന്ന് ഈ കണ്ണാപ്പിത്തരം കാണിക്കുന്നതല്ല ഇനി ചെയ്യാൻ പോണത്. ഇനി വീട് കയറിയിട്ട് കാലിനെയും കൈ അടിച്ചൊടിച്ച് അവിടെ ഇടും, എന്നിട്ട് തിന്നാനും കൊടുക്കും. അതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ കുറേ വരെയൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർക്കിംഗ് ലിസ്റ്റിലുള്ള ആരെയും ഞാൻ ക്യാൻസൽ ചെയ്യാറില്ല. ഇപ്പം ഒന്നിനും വയ്യ. കാരണം ശനി എൻ്റെ കൂടെ കറങ്ങുകയാണ്. അപ്പോൾ ശനി ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ശനിയായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് വരെ ചെറിയ ഷോർട്ട് ബ്രേക്ക്. ചാർലി ചൈൻ ഇനിയും നിങ്ങളോടൊപ്പം കട്ടാക്കി കാണും.